ആഗോള ആയുധ വിപണിയിൽ നിർണായക നേട്ടം സ്വന്തമാക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ പങ്കാളികളാകാൻ നൈജീരിയയും ഫിലിപ്പീൻസും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്റ്റെൽത്ത് അറ്റാക്ക് ഹെലികോപ്റ്റർ വാങ്ങാനാണ് ഇരു രാജ്യങ്ങളുടെയും നീക്കം. ഇരു രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ഇടപാട് യാഥാർത്ഥ്യമായാൽ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യ നേടുന്ന നിർണായക നേട്ടമായി ഇത് മാറും. പ്രതിരോധ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് പ്രചണ്ഡ് എന്ന ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ വികസിപ്പിച്ചത്. എന്നാൽ ഹെലികോപ്റ്റർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നൈജീരിയയ്ക്ക് ഇന്ത്യ ചില കിഴിവുകൾ നൽകുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ നൈജീരിയയ്ക്ക് ഇന്ത്യ വായ്പ നൽകിയേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ചെറിയ പലിശയ്ക്ക് പതിയെ പണം തിരിച്ചടച്ചാൽ മതിയെന്നത് നൈജീരിയയെ ഇന്ത്യൻ ഹെലികോപ്റ്റർ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കരാർ നടപ്പിലായാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാന ആയുധ വിൽപ്പനയായി ഇത് മാറും. ഇന്ത്യയുമായി ആയുധ കരാറിലെത്താനുള്ള അന്തിമഘട്ട ചർച്ചകളിലാണ് നൈജീരിയ. ബോക്കോ ഹറാം എന്ന ഭീകരവാദ സംഘടനയുമായുള്ള നിരന്തര സംഘർഷം നടക്കുന്ന രാജ്യമാണ് നൈജീരിയ. ഭീകരവാദികളെ നേരിടാൻ അവർക്ക് ചിലവ് കുറവുള്ളതും കാര്യക്ഷമവുമായ അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ ആവശ്യകതയേറെയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഭീകരവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് സൈന്യത്തിന് വ്യോമ പിന്തുണ നൽകുന്നതിന് നിലവിൽ നൈജീരിയൻ സൈന്യം ഉപയോഗിക്കുന്നത് സോവിയറ്റ് കാലത്തെ Mi-35S എന്ന ഹെലികോപ്റ്ററാണ്. കാലപ്പഴക്കം ചെന്ന ഈ ഹെലികോപ്റ്ററുകൾ മാറ്റി സേനയെ നവീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നൈജീരിയ ഇന്ത്യയുടെ പ്രചണ്ഡിൽ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ദക്ഷിണേഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസും പ്രചണ്ഡിൽ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസ് വാങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് മറ്റൊരു സുപ്രധാന പ്രതിരോധ ഇടപാടിന് ഫിലിപ്പീൻസ് ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരം ഫിലിപ്പീൻസ് തങ്ങളുടെ രാജ്യത്ത് പ്രചണ്ഡിന്റെ അസംബ്ലി ലൈൻ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആസിയാൻ രാജ്യങ്ങളിലേക്കുള്ള പ്രചണ്ഡിന്റെ കയറ്റുമതി ഹബ്ബായി മാറാനാണ് ഫിലിപ്പീൻസ് ആഗ്രഹിക്കുന്നത്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി അതിർത്തി തർക്കത്തിലാണ് ഫിലിപ്പീൻസ്. പലപ്പോഴും അക്രമാസക്തമായ രീതിയിൽ ഫിലിപ്പീൻസിനെതിരെ ചൈനീസ് നാവികസേന പ്രതികരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ബ്രഹ്മോസിന് പുറമെ പ്രചണ്ഡ് ഹെലികോപ്റ്ററിലും ഫിലിപ്പീൻസ് താൽപര്യം അറിയിച്ചത്. ഇരു രാജ്യങ്ങൾക്കും പുറമെ അർമേനിയയും വിയറ്റ്നാമും പ്രചണ്ഡ് വാങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ടാങ്ക് വേദ മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ, റോക്കറ്റുകൾ, 20mm ക്യാനൻ ഗൺ എന്നിവയാണ് പ്രചണ്ഡിലെ പ്രധാന ആയുധങ്ങൾ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള ഈ ഹെലികോപ്റ്റർ ഒരെണ്ണത്തിന് $3.5 കോടി, അതായത് ഏകദേശം 310 കോടി രൂപ വിലയാകും. ചൈനയുടെ Z-19, തുർക്കിയുടെ T-129, AT-AK എന്നിവയാണ് പ്രചണ്ഡിന് വിപണിയിലെ എതിരാളികൾ. എന്നാൽ വിലയുടെ കാര്യത്തിലും കരുത്തിലും കൊണ്ടുപോകാവുന്ന ആയുധങ്ങളുടെ കാര്യത്തിലും ഒക്കെ മികച്ചതാണ് പ്രചണ്ഡ്. 2021 പ്രചണ്ഡ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ഹിമാലയം പോലെ ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ പോലും സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ശക്തമായ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരത്തിൽ വരെ ഉയർന്ന് പറക്കാൻ ഇതിന് സാധിക്കും. റഡാർ കണ്ണുകളിൽ പെടാതിരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പനയാണ് പ്രചണ്ഡിനുള്ളത് എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.